അതായത് ഈ ഇടയ്ക്ക് ഒരുപാട് ആൾക്കാരൊന്നും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഈ വഴി കിടക്കുന്ന കാണുമ്പോൾ നമുക്കറിയാമല്ലോ. Hey, good morning all, and I'm back with another morning ride. അപ്പോൾ ഇപ്പോൾ നേരത്തെ കേട്ടോ നേരം വിളിക്കുന്നത് നമുക്ക് ഒരു കളറ് കാണുമ്പോൾ അറിയാം കേട്ടോ. അപ്പോൾ സമയം രാവിലെ 5:30 കഴിഞ്ഞിട്ടുണ്ട്. നമുക്കവിടുന്ന് അമ്പലത്തിൽ നിന്നുള്ളൊരു പാട്ടും ഇവിടുന്ന് പള്ളി എന്നുള്ള പാട്ടും കേൾക്കാം കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ ഇന്നൊരു മോർണിംഗ് റൈഡാണ്, ഒരു ചെറിയ ലൊക്കേഷൻ റൈഡാട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ പാമ്പനാൽ വെള്ളച്ചാട്ടം, നമ്മുടെ രാമപുരം പിഴകിൻ്റെ ഒക്കെ അടുത്തുള്ളൊരു ചെറിയ വെള്ളച്ചാട്ടം കേട്ടോ. അപ്പം ഇത് മൺസൂണൊന്നും അല്ല, അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഇല്ല. ജസ്റ്റ് അവിടെ പോയി വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു വരിക. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്ന് നമ്മുടെ ബീച്ച് എണ്ണ ഉണ്ടാവും കേട്ടോ വൈക്കത്തു നിന്ന്. അപ്പോൾ ഇനിയിപ്പോൾ സ്ട്രെയിറ്റ് ടു ഇലിഞ്ഞി. യെസ്, ഹലോ ബീച്ചേട്ടാ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അങ്ങനെ നമ്മൾ കൂത്താട്ടുകുളത്തുനിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് രാമപുരം റൂട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്കിനി ഇവിടുന്ന് രാമപുരം പിഴക്, അവിടെ നിന്നൊരു 2 കിലോമീറ്റർ കേട്ടോ നമ്മുടെ ഈ ഒരു ഡെസ്റ്റിനേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ പോകണമെന്ന് വെച്ചാൽ അത്യാവശ്യം റോളിംഗ് ടെറൈൻ കേട്ടോ, നല്ല വഴിയുമാണ്. പക്ഷേ ഇടയ്ക്കിത് ഇതുപോലെ ഇൻ്റർലോക്ക് ഉണ്ടെന്നേ ഉള്ളേ. നമ്മുടെ രാമപുരത്തിന് കിടക്കുന്ന അവസാനത്തെ ഒരു സ്ട്രെച്ചാട്ടോ ഇത്. ഒരു ചെറിയ ഇറക്കം, ചെറിയ കയറ്റം, അങ്ങനത്തെ ഒരു വഴി കേട്ടോ. അങ്ങനെ നമ്മൾ രാമപുരം എത്തി കേട്ടോ. രാവിലെ അവിടെ നിന്നുള്ളൊരു സൺറൈസും ഈ ഒരു പള്ളിയുടെ വ്യൂവും കൂടെ അടിപൊളി കേട്ടോ. നമുക്കായാലും ജസ്റ്റ് പള്ളിയിലൊന്ന് കയറിട്ടോ. രാമപുരം വന്നിട്ട് പള്ളി കയറേണ്ട പോകുന്ന മോശമല്ലേ? ഐ മീൻ ഉള്ളിൽ കയറുന്നില്ല, അല്ലല്ല ഒന്നുമില്ല പിയാത്ത വലിയ രൂപ കേട്ടോ. പിഴക് ഇത് പിഴക് അടിപൊളി ആണല്ലേ. നമ്മൾ പാലാ തൊടുപുഴ റൂട്ടിൽ കയറി ആ ഒരു ഹൈവേ കേട്ടോ ഇത്. ഇത് മാനത്തൂര് മാനത്തൂർ പള്ളി കേട്ടോ. കൊള്ളാം. അതെ മറ്റത്തിപ്പാറ റൂട്ട് ഇവിടുന്ന് റൈറ്റ് എടുക്കും. മറ്റത്തിപ്പാറ വ്യൂ പോയിന്റ് ഉണ്ട്. ചോദിച്ചോട്ടെ ഈ വഴി. അങ്ങനെ നമ്മൾ ഫുൾ റോഡിലേക്ക് കയറി കേട്ടോ. ഈ ഒരു സൈഡ് ഫുള്ള് കപ്പയാണ് കേട്ടോ, കപ്പത്തോട്ടങ്ങൾ. വലിയ കുഴപ്പമില്ലാത്ത വഴികളാണ്, പക്ഷെ ബമ്പി റോഡ്സ് കേട്ടോ.
ഹായ് ക്ലൈംബ്. വ്യക്തികളുടെ തോട്ടത്തിലായിരിക്കും. ആ അതെ അതെ, അത് ശരിയാ. ആ അതെ, അവിടെ ഒരു ബോർഡുണ്ട്, ചുമല ബോർഡ്. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ വീണ്ടും ഇവിടെ ഒരു ബോർഡ് കാണാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ മിച്ചമുണ്ടെന്നാണ് നമ്മളോടൊരു ചേട്ടൻ പറഞ്ഞ്. അയ്യോ, ഇതെന്തിറക്കാ, നല്ല ഇറക്കാട്ടോ. കോൺക്രീറ്റ് വഴി കേട്ടോ. അയ്യോ, നമുക്കിവിടെയൊക്കെ വെള്ളം ഒഴുകുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ. അതായത് ഇപ്പം ആ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ആ ഒരു ചെറിയ അരുവി കേട്ടോ, ഈ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ വെള്ളച്ചാട്ടം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അരുവി നോക്കി പോയാൽ മതി. ചെളിയാണല്ലോ. കുറേ നാളായി കേട്ടോ റോഡ് ബൈക്ക് ഓഫ് റോഡ് കണ്ടിട്ട്. ശരി, കൊള്ളാം കേട്ടോ വഴി. ഇടയ്ക്ക് കുറച്ച് കോൺക്രീറ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനത്തെ വഴി. എന്ത് പറ്റി വിളിച്ചിട്ടാ. അപ്പോൾ ഇതാണ് നമ്മൾ കയറി വന്ന വഴി കേട്ടോ. അപ്പോൾ വഴി ഇങ്ങനെ കിടക്കുവാണ്. അതെ, നിങ്ങൾ ചെറിയൊരു വ്യൂ ഉണ്ടോ, പക്ഷെ ഫുള്ള് മരങ്ങളാണ്. ഇത് താഴെ വെള്ളം ഒഴുകുന്ന സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക ഫീലാട്ടോ, കാരണം റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട്. ആ ഒരു നല്ല തണുപ്പുണ്ടേ. ഈവൻ നമ്മൾ ഉച്ചയ്ക്കൊക്കെ വന്നാൽ പോലെ ഇവിടെ ഈ ഒരു മൂടൽ തന്നെയായിരിക്കും കേട്ടോ. ഫുള്ള് മരങ്ങൾ നിൽക്കുന്നുണ്ട്, ഒരു വെയിലിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഇതുപോലെ ക്ലൈംബാന്നേ ഉള്ളൂ. ഈ അക്കമോ, ഇതൊക്കെ കഴിഞ്ഞ ദിവസം മഴയുടെ എഫക്റ്റ് കേട്ടോ. നല്ല രീതിയിൽ മണ്ണും മണലൊക്കെ ഒലിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളച്ചാട്ടം ഈ വഴിയാണ്. അപ്പോൾ ഇവിടെ വലിയ ബോർഡും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ വഴി മനസ്സിലാക്കി അങ്ങ് ഇറങ്ങുക. അപ്പോൾ ഇത് കുറച്ച് വർഷങ്ങൾ മുന്നേ ഫേമസ് ആയൊരു വെള്ളച്ചാട്ടം കേട്ടോ. അപ്പം അതായത് ഈ ഇടയ്ക്ക് ഒരുപാട് ആൾക്കാരൊന്നും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം ഈ വഴി കിടക്കുന്ന കാണുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു ചെറിയ വെള്ളം ചാടുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ. യെസ്, നമ്മളെത്തി കേട്ടോ. ഇതുകൊണ്ട് അതാണ്. ആഹാ, അയ്യോ, നമ്മളിവിടെയൊക്കെ ചവിട്ടി ഇറങ്ങിപ്പോയാൽ നേരെ വെള്ളച്ചാട്ടത്തിൽ ചെന്ന് ലാൻഡ് ചെയ്യാം. യെസ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളിത് ഇവിടെ എത്തി. ഷൂ ഒക്കെ ഊരി വെച്ചു കേട്ടോ. അതുപോലെ വണ്ടി കല്ലിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ചെറിയൊരു കാറ്റ് വന്നാൽ മതി, നമ്മുടെ വണ്ടി വെള്ളത്തിൽ കിടക്കും കേട്ടോ. അപ്പം ഇതാണ് വ്യൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം എന്തോരം മഴയുള്ളൊരു സമയത്ത് വന്നാലും ഇത് ഈ പാറക്കൂടി ഇങ്ങനെ ഒഴുകത്തേ ഉള്ളൂ കേട്ടോ. അതായത് ഒരു വെള്ളച്ചാട്ടം എന്നുള്ള രീതിയിലൊന്നും വരത്തില്ല. അപ്പം നല്ല മഴയുള്ള സമയത്തൊക്കെ ഇങ്ങോട്ടും കൂടെ കുറച്ച് കവിഞ്ഞൊഴുകും. അതുപോലെ തന്നെ നമുക്ക് താഴത്തൊരു വ്യൂ ഉണ്ട്. ഇത് നല്ല രസമാണ് കേട്ടോ. കാരണം ഇതുണ്ടോ, കല്ലുകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ അടി കൂടെയാണ് വെള്ളം പോകുന്നത്. ഒരു ഹോള് കണ്ടോ, അതിൽ കൂടെ നോക്കി കാണാം. സൈക്കിളിൻ്റെ വ്യൂ ഉണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. ബീച്ചേട്ടൻ ഓൾറെഡി ഇറങ്ങി നിൽക്കുവാണ്.
നമ്മൾ ആദ്യം നിന്ന സ്ഥലം ആ മേളിലെ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വെള്ളം ഒഴുകി വരുന്ന ഒരു കാഴ്ചയാട്ടോ കാണുന്നത്. നല്ല രസമാട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴത്തും വേറൊരു വ്യൂ ഉള്ളതായിട്ടാണ് തോന്നണത്. അപ്പം പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴി ഇതല്ല കേട്ടോ, ഇതിലല്ലേ ഇറങ്ങണ്ടേ. അതുപോലെ ഈ ഒരു വെള്ളം ചാടുന്നതിൻ്റെ ഇതിലെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഗുഹ പോലെ കാണാം കേട്ടോ. അതിപ്പോൾ ഒരുപാട് വെള്ളമായതുകൊണ്ട് നല്ല വഴുക്കലുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയല്ല. ഇല്ലെങ്കിൽ നല്ല രസമാട്ടോ അതൊക്കെ. അങ്ങനെ നമ്മളിത് ഈ ഒരു സ്ഥലത്തു നിന്ന് താഴത്തേക്ക് ഇറങ്ങും കേട്ടോ. അതായത് വന്ന വഴി തന്നെ താഴത്തേക്ക് പോവാണ്. അതായത് ഈ ഒരു കുറച്ചുകൂടെ ബെറ്റർ വെള്ളച്ചാട്ടമുള്ളൊരു സ്പോട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് കറക്റ്റ് എവിടെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം, ശ്രമിച്ച് നോക്കാം. അങ്ങനെ നമ്മൾ ഒരു വീടിൻ്റെ ബാക്ക് യാർഡ് കേട്ടോ. അവിടെ നമ്മുടെ 2 വണ്ടിയും വെച്ചിട്ട് നമ്മൾ നടന്നിറങ്ങി പോകും കേട്ടോ. കുറച്ച് പറമ്പിൽ കൂടെയൊക്കെ പോകണം. അപ്പോൾ വഴി കൃത്യമായിട്ടറിയില്ല. അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പം തിരിച്ചു വരുമ്പോൾ നമ്മുടെ വണ്ടി അവിടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ നടന്നു പോകും കേട്ടോ. എന്താ ബീച്ചിൻ്റെ വഴി കാണുന്നുണ്ടോ? എന്നാൽ ഇതിലെങ്ങറിയും അങ്ങനെ നമ്മൾ നടന്നു വന്നപ്പോൾ പഴയ ഒരു പശുത്തൊഴുത്താണ് കേട്ടോ. അബാൻഡൻ പശുത്തൊഴുത്ത്. നമ്മളിവിടെ ഈ ഇതിലെ ഇത് വഴിയല്ലേ, ഇതിലെങ്ങ് ഇറങ്ങാം. വേണ്ട ഒരു വേറെ തട്ടി ഇപ്പോൾ ബീജേട്ടൻ നിലത്ത് കിടന്നേനെ. ഇടയ്ക്ക് ഓലികളൊക്കെ ഉണ്ട് കേട്ടോ. വഴിയൊന്നുമില്ല ഗൈസ്, നമ്മൾ എങ്ങോട്ടൊക്കെയോ പോകുന്നു. ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നില്ല. അവിടെ ഒരു വഴിയുണ്ടല്ലേ, എനിക്ക് തോന്നുന്നു അതിലേ വന്നവരെ മറ്റൊരു മേളിൽ കയറാൻ വഴി ഉണ്ടാവില്ല. അതെ ആ പോക്കിലും വിട്ടോ. അതിൻ്റെ വഴി ശരിയാവില്ല. യെസ്, അങ്ങനെ നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടം എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ വെള്ളച്ചാട്ടം. വാവ്, അടിപൊളി. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു വെള്ളച്ചാട്ടം എത്തിയിരിക്കുക കേട്ടോ. അപ്പം ഇവിടാണ് നമ്മുടെ വെള്ളച്ചാട്ടം. അതിങ്ങനെ അങ്ങോട്ട് പോവാം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ചെറിയൊരു അരുവി പോലെ പോവാണ്. ഒരു പ്രത്യേക വൈബാട്ടോ. കാരണം ഭയങ്കര പീസ്ഫുള്ളാണ്. ഒരുപാട് റഷും ഇല്ല. ഈ ഒരു സ്ഥലത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ ഒരുപാട് വേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരും വരുന്നില്ല. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു വെള്ളത്തിന് അങ്ങോട്ടൊന്ന് ഇറങ്ങാം കേട്ടോ. നമ്മുടെ ബീച്ചേട്ടൻ ഓൾറെഡി അവിടെ ചില്ലടിക്കുവാണ്. അപ്പോൾ രാവിലെ തന്നെ വന്ന് വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങി ഒന്ന് കുളിച്ച് കയറി കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വെയിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും നല്ല രസമാണ്. അപ്പം വെയിലുള്ള സമയത്ത് വന്നാലും ഒരു കുഴപ്പമില്ല. കാരണം നല്ല തണലുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ ഒരു വെള്ളച്ചാട്ടം, അതായത് മൺസൂൺ അല്ലേ പോലും അത്യാവശ്യം ഇത്രയും നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിവേ നമ്മളിനി റിട്ടേൺ പോവാണ്. അതായത് ഈ ഒരു വഴിയും വന്ന് കയറാം, പക്ഷേ അത് അതിൻ്റെ കറക്റ്റ് എൻട്രി എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ വന്നത് ഈ ഒരു തോട്ടത്തിൽ കൂടെ കേട്ടോ. അതായത് നമ്മുടെ ബീച്ചേട്ടൻ പോകുന്നു. അപ്പോൾ ഈ തോട്ടം കയറി നമ്മുടെ വണ്ടി അങ്ങൊരു 1/2 കിലോമീറ്റർ അപ്പുറമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോകണം. നമ്മൾ സൈക്കിളൊക്കെ സേഫായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെ ആരെടുത്തുകൊണ്ട് പോകാനല്ലേ. അതെ, ഇനിയിപ്പോൾ പയ്യെ ഇവിടെ നിന്ന് നമ്മൾ റിട്ടേൺ അടിക്കും കേട്ടോ.
നമ്മളെ പറമ്പിൻ്റെ ഉള്ളിലും വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയ്ക്കൊക്കെ നിന്നുകൊണ്ട് കേട്ടോ വെയിൽ മനസ്സിലാകാൻ. അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട്. ഇനി എന്താണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് മെയിൻ റോഡ് ഇറങ്ങി നമ്മുടെ യൂഷ്വൽ അപ്പം മുട്ടക്കറിയൊക്കെ കഴിച്ച് ഒരു ചായയും കുടിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാം. കോൺക്രീറ്റ് വഴി കേട്ടോ കുറച്ച്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ മഴ പെയ്തിട്ടുള്ള ആ ഒരു പായലുണ്ടല്ലോ അത് ഈ വഴി കൂടെ ഉണ്ട്. അപ്പം നമ്മളിതുപോലെ ചെറിയ ടയറും കൂടെ ആയതുകൊണ്ട് റോഡ് ബൈക്ക് ടയറും കൂടെ ആയതുകൊണ്ടേ തെന്നാൻ നല്ല സാധ്യതയുണ്ട്. ഇടയ്ക്കിത് കോൺക്രീറ്റ് പോലുമില്ല. അങ്ങനെ നമ്മളത് കിഴക്കെത്തി. രാവിലെ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. പക്ഷേ ഇവിടെ അപ്പത്തിന് കറി മുട്ടയില്ല കേട്ടോ. പിന്നെ ഉള്ളത് ദോശയും സാമ്പാറും ചമ്മന്തി. അപ്പം എന്നാലും നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് വേറെ കറിയൊന്നും ഇവിടെ ഇല്ലാത്തതും കൊണ്ട് നേരെ ദോശയും കഴിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ രാമപുരത്തു നിന്ന് കൂത്താട്ടൽ റോഡിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വേ ബാക്ക് ടു ഹോം. ഇനിയൊരു 20 കിലോമീറ്ററോടെ ഉണ്ട്. നമ്മൾ റിട്ടേൺ പോകുന്നപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു മൂഡി ക്ലൈമറ്റ് കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ വെയിലോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്നാ പറയുന്നത്, ഒരു ചിൽ ക്ലൈമറ്റാണ്. അപ്പോൾ യെസ്, അങ്ങനെ ഒരു 60 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമ്മൾ എലഞ്ഞെത്തി കേട്ടോ. രാവിലെ ഞങ്ങൾ മീറ്റ് ചെയ്ത ലൊക്കേഷനാണ്. ബീച്ചിൻ്റെ അവിടെ നിന്ന് നേരെ പോവും, ഞാൻ ലെഫ്റ്റും. ഓക്കെ ബീച്ചേട്ടാ, ബൈ.